വീഡിയോ എന്താ വൈറ്റ് ലോക്സിൽ വീഡിയോ ഒന്നും ഇടണില്ലെന്ന്. ഞാൻ പിന്നെ റിപ്ലൈ കൊടുത്തുന്നില്ല. വൈറ്റ് ലോക്സിൽ വീഡിയോൻ്റെ ആവശ്യം ഒരു റിയൽ ലൈഫിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും കാണാൻ പറ്റുന്നുണ്ടല്ലോ. അല്ല ഇന്ന് പണിക്കാറുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ വീഡിയോ കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കറക്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചു. പിന്നെ ഇന്നലെ വേറെ എങ്ങോട്ടും പോയൊന്നുമില്ല, ഇന്നലെ എഡിറ്റിംഗ് തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറ. സ്വാഗതം. അപ്പോൾ വീഡിയോ കായ അമ്മയുടെ ചായ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. വേണ്ട, ഇന്നിപ്പോൾ നീ ഉണ്ടാക്കി സ്ഥിതിക്ക് ഞാൻ കുടിച്ചേക്കാം. ഞാൻ ഇന്ന് കഴിഞ്ഞ് മധുരം എല്ലാവരും പറഞ്ഞു മധുരം കുറയ്ക്കാം. അപ്പം ഇന്ന് കുറച്ച് ദിവസത്തേക്ക് മധുരം ഒഴിവാക്കാന്നൊക്കെ വിചാരിച്ചേക്കാണ്. അങ്ങനെ പറയണമെന്നില്ല, ഇടയ്ക്കൊക്കെ കഴിക്കും കേട്ടോ. അങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചേക്കാണ്. പിന്നെ ഇത് കുറേ പേര് സജസ്റ്റ് ചെയ്തായിരുന്നു നമ്മുടെ ഓട്സ്. അപ്പോൾ ആമസോണിൽ ഇന്നലെ കൊണ്ടു തന്നിട്ടുണ്ട് സംഭവം. മിഡുവിനെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇതാണ് നമ്മുടെ റോൾഡ് ഓട്സ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓട്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞൊരു സാധനമായിരുന്നു റോൾഡ് ഓട്സ് ആണ് നല്ലതെന്നും പറഞ്ഞു. റോളഡ്. അപ്പോൾ അതാണ് ഈ സാധനം. ഒരെണ്ണം മേടിച്ചപ്പോൾ ഒരെണ്ണം ഫ്രീ കിട്ടി. 400 എത്രയാണ്ടായിരുന്നു വില? 440 രൂപ, 450 രൂപയുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഇത് കൊടുത്ത് നോക്കാം, അമ്മയ്ക്ക് ഇഷ്ടാവോ ഇല്ലയോ എന്നുള്ളത്. കുറേന്ന് വെച്ചാൽ ഞാൻ ഒരെണ്ണം മേടിച്ചുള്ളൂ, ഒരെണ്ണേൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാ. നല്ലത് നോക്കിയിട്ട് റിവ്യൂ കണ്ടത് ഈ സാധനത്തിന് മാത്രമാണ്. ഇത് ഫുള്ളടി. ഇത് കണ്ടോ, ഒറ്റ പീസായിട്ട് കിടക്കണേ. അപ്പം എന്താ ബ്രാൻഡുകൾ ഞാനങ്ങനെ കണ്ടില്ല. ഇതിനാണ് കുറച്ച് കൂടുതൽ റിവ്യൂ കണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഓട്സ് സജസ്റ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇനി അമ്മ ഇത് കഴിക്കുമോ എന്നറിയില്ല. കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പറയും. അമ്മയ്ക്ക് ചിലപ്പോൾ ഇഷ്ടത്തില്ല, അമ്മയ്ക്ക് ചില സാധനമൊന്നും ഇഷ്ടപ്പെടില്ല. എന്ത് ഫ്ലേവറെന്ന് എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് ചിലപ്പോൾ സെയിം ടേസ്റ്റ് തന്നെയാ. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ മേടിക്കുന്നത് ക്യുക്ക് റോഡ്സ് ആണ് കേട്ടോ. അതിന് മെയിനായിട്ട് ഇവിടെ മേടിക്കല്. വല്ലപ്പോഴൊക്കെ ക്യുക്ക് റോഡ്സ് കിട്ടാണ്ടായാൽ മാത്രം വേറെ എന്തെങ്കിലും മേടിക്കാറുള്ളൂ അല്ലേ? മെയിൻ ആള് അത് അങ്ങനെയൊക്കെയാണ് ഞങ്ങള് ഓട്സ് ഉപയോഗിക്കണേ. പഞ്ചസാരയൊക്കെ ഇട്ട് കുറുക്കി. പിന്നെ എങ്ങനെ കഴിക്കാറ്? നല്ല ടേസ്റ്റ് ആയിരിക്കും. ജ്യൂസിന്റെ കൂടെ ഇത് ഇടുമ്പൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ അതിൻ്റെ ഉള്ളിൽ എൻ്റെ ഡ്രിപ്പിൻ്റെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഡ്രിപ്പ് സിസ്റ്റത്തിൽ പിടിപ്പിക്കാനുള്ള ഒരു മറ്റേ ഇതാണ് കേട്ടോ. വെള്ളം സ്പ്രേ ചെയ്യണ പോലത്തെ ചെറിയ അതിൻ്റെ തുമ്പത്തിരുന്ന നിപ്പിൾസ്. ജോമോൻ്റെ പണി ഇന്നലെ ജോമോൻ വരില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോമോൻ്റെ പണിയൊക്കെ ഇവിടെ പെൻഡിങ് കിടക്കുകയാണ്. സാധനങ്ങളും പൈപ്പൊക്കെ കൊണ്ടിട്ടത് ഇവിടെ റെയിലടിച്ച് അതങ്ങനെ വെച്ചിട്ടുണ്ട്. കറണ്ടിൻ്റെ ആൾക്കാർ KSEBക്കാർ ഇതുവരെ എത്തിയിട്ടില്ല കണക്ഷൻ തരാനായിട്ട്. അപ്പോൾ അവർ ഇന്ന് വരുന്നു വിചാരിക്കണം. എപ്പോഴേലും വരട്ടെ, അവരുടെ സമയത്ത് വരട്ടെ. അന്തി നാളെ എന്താ പ്രത്യേകത? നാളെ എൻ്റെ കൂടെ നാളെ ബുധനാഴ്ച അല്ലേ? പിന്നെ ഇന്ന് ബുധനാഴ്ച? എൻ്റെ പൊന്നെ, എനിക്ക് ബ്രെഡ് വേണ്ട. മറ്റേത് വെച്ചല്ലേ? വെറുതെ ഇങ്ങനെ ചൂടാക്കി തരാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് ചായ മുറിക്കുന്നത്. വെറുതെ ചൂടാക്കി അത് പറ്റില്ലല്ലേ? എന്നാ വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. കെട്ടിയതിനു വേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറാവളായിരിക്കണം ഭാര്യ. ത്യാഗം. എനിക്ക് വേണ്ട ബ്രെഡ്, എനിക്ക് വേണ്ട. ഇവിടുത്തെ ഒരു കസേര എന്ത് ചെയ്യും? ഇവിടെ നനഞ്ഞ തുണി എടുത്ത ഇവിടെ മിനിഞ്ഞാന്ന് പോയതാ ചായയുടെ. ഈ തുണിയാ ഞാൻ തുടച്ചോണ്ട് വേണ്ട. വീണിപ്പോ തന്നെ തുടച്ചെങ്കിൽ അത് പോയായിരുന്നു. നമ്മുടെ സ്റ്റീവ് കുട്ടൻ ഇന്നലെ ഓടി നടന്നു. മറ്റേതൊക്കെ നമ്മൾ ഒരടിയും രണ്ടടിയൊക്കെ വെച്ച് നടക്കല്ലായിരുന്നു. ഇന്നലെ ആൾക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിൽ സ്റ്റീവ് ഇവിടെ നിന്ന് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. റൂമിൻ്റെ ഞങ്ങൾ ഹാളിലിരിക്കുമ്പോൾ അവൻ മുറിയിലേക്ക് പോകും ഒറ്റയ്ക്ക്. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വരും.
ഓരോ സാധനങ്ങൾ എടുത്തിട്ട് വരും, കൊണ്ടുവയ്ക്കും. ഭയങ്കര സ്പീഡായിരുന്നു. അങ്ങോട്ടും പോലും ആൾക്കാരുടെ ആ ഒരു നടക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം ആളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആളും ഭയങ്കര ഹാപ്പി, ഞങ്ങളും ഭയങ്കര ഹാപ്പി. ഗുഡ് മോർണിംഗ് മേഡു. ഗുഡ് മോർണിംഗ്. എന്താ പരിപാടി ഇന്ന്? എന്തോരം പരിപാടികളാണ്. എൻ്റെ പരിപാടികളൊന്നും തീരുന്നില്ല മേഡു. വീഡിയോ എടുത്തിട്ടില്ല, വീഡിയോ ഇടാൻ പറ്റുന്നില്ല. എൻ്റെ വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് കണ്ടിരുന്നു, വീഡിയോ എന്താ വൈറ്റ് ലോക്സിൽ വീഡിയോ ഒന്നും ഇടണില്ലെന്ന്. ഞാൻ പിന്നെ റിപ്ലൈ കൊടുത്തുന്നില്ല. വൈറ്റ് ലോക്സിൽ വീഡിയോൻ്റെ ആവശ്യം ഒരു റിയൽ ലൈഫിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും കാണാൻ പറ്റുന്നുണ്ടല്ലോ. അല്ല, ഇന്ന് പണിക്കാറുണ്ട്. അങ്ങനെ ഓരോന്ന്. അതിന് നിനക്കെന്താ? അല്ല, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഉണ്ടാക്കണ്ടേ? അങ്ങനെയല്ല, നമ്മള് ഡെയിലി ചെയ്യുന്ന സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാക്കണം. അപ്പൊ നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ പ്രേക്ഷകർ അങ്ങനെ പറയോ? അതൊക്കെ പറയണില്ല, ചിന്തിക്കണ്ടാവില്ലേ? ഓഫ് കോഴ്സ്. അപ്പൊ എനിക്ക് എന്തായാലും കുറച്ച് പരിപാടികളുണ്ട്, അത് കഴിഞ്ഞിട്ട് ചെയ്യണം. എൻ്റെ ഒരു റിയൽ ലൈഫിൽ നിങ്ങൾ സ്ഥിരം കാണുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റ് വരും കേട്ടോ. കാരണം ഇത്ര നാളും അത് തന്നെയായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചേ. മിഡു പറയണം, മിഡു ഇപ്പോൾ കടലക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ കടലക്കറി മുമ്പ് ഓൾറെഡി വെച്ചേക്കുന്നതാണ്. വീണ്ടും വെക്കുമ്പോൾ കാണിക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടായിക്കൊന്നുമില്ല, എനിക്ക് മാനസികമായൊരു മിഡുവിന് മാനസികമായിട്ടൊരു വിഷമം. ഈ കാണിച്ച സാധനം വീണ്ടും കാണിക്കുമ്പോൾ പ്രേക്ഷകർ അതിനെ വെറുതെ കാണുന്നത് എന്തിനാണ് എന്ന് അവള് തന്നെ സ്വന്തമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു റിയൽ ലൈഫിനെ കുറിച്ച് പറയണെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. എൻ്റെ ഒരു റിയൽ ലൈഫാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഒരു റിയൽ ലൈഫ് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണോ എൻ്റെ ഒരു റിയൽ ലൈഫിൽ നടക്കുന്നത് അതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ കടലക്കറി രണ്ടാമത്തെ ദിവസം കഴിക്കണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം കഴിച്ചു എന്ന് പറഞ്ഞാൽ കഴിക്കണേ. ഇന്നലെ കാണിച്ച പണിയുടെ ബാക്കിയാണ് ഇന്ന് കിടക്കണമെങ്കിൽ അത് തന്നെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ തന്നെ ചെയ്യാറ്. ഞാൻ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. നടക്കും, എല്ലാം നടക്കും. നമ്മൾ സ്റ്റീവിനെയും കൊണ്ട് എന്താണ് മാലാഖയുടെ പള്ളിയിൽ പോവാ. ഈ 2 ദിവസം കൂടെ നടക്കട്ടെ. സ്റ്റീവ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് കോട്ടപ്പുറത്ത് മാലാഖയുടെ പള്ളിയിൽ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഉള്ളിക്കൊണ്ട് നടത്തി ആൾക്കാരുടെ അവിടെ വരെ കൊണ്ടുപോകാൻ എല്ലാവരും അത് കുഴപ്പമില്ല. നമ്മൾ ആ നേർച്ചയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ പിന്നെ എടുക്കാൻ പറഞ്ഞു. അല്ല, ഞാൻ ഉറങ്ങിപ്പോയാലോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇരുമ്പമ്പുളിമേന്ന് പുളി വീണ് ഇവിടെ കിടന്ന് ചെയ്യാണല്ലോ. ഒക്കെ ഭയങ്കര തക്കുടുമുണ്ടന്മാരാണ്. ഇനി ഇതിൻ്റെ ഇല വെട്ടണം. കുറേ സാധനങ്ങളുടെ ഇല മുറിക്കാനുണ്ട്. ഹായ് ജോണു. ഇവിടെ മുകളിൽ ചക്ക കണ്ണാനും തിന്നുകൊണ്ടിരിക്കുക. കണ്ടോ, ഒരു ചീഞ്ഞ ചക്ക വെക്കണ്ട അവിടെ മുകളിൽ. അത് മാഷാന്ന് നല്ല തീറ്റയാണ്. അതിന്മേന്ന് കുരു വയ്ക്കുകയാണെങ്കിൽ നിലത്തേക്ക് വീണോണ്ടിരിക്കണം. നമുക്ക് വെയിൽ സൈഡിൽ നിന്ന് അടിക്കാനും കാണാൻ പറ്റണമെന്നറിയില്ല. തേങ്ങ അവിടെയൊക്കെ ആയിട്ട് വീണുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇവിടെ തേങ്ങയിലിങ്ങനെ കൊണ്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ പറക്കി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകണം. പിന്നെ തെങ്ങ് കയറാനുള്ള ചേട്ടന് ഇവിടുത്തെ നമ്മുടെ പൂക്കൾ എനിക്ക് ഇഷ്ടമായിട്ടാണ്. സൈഡൊക്കെ അത് പൂക്കളിങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ തെങ്ങ് കയറുന്ന ചേട്ടനെ വിളിച്ചു. അപ്പോൾ ആ ചേട്ടൻ വേറെ എവിടെയാണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പ്രാഞ്ചിച്ചാൻ്റെ കസ്റ്റഡിയിൽ ആ ഏരിയയിൽ എവിടെയെങ്കിലും പുത്തഞ്ചേരി സൈഡിൽ എവിടെയും തെങ്ങ് കയറുന്ന ചേട്ടനുണ്ടോ എന്ന് ചോദിക്കണം. കാരണം ഇന്നൊരു ചേച്ചി വരുന്നുണ്ട്, നമ്മുടെ പിലിച്ചേച്ചി ചിലപ്പോൾ ഇന്ന് വരും. അപ്പോൾ എല്ലാ തെങ്ങൊന്ന് കയറിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരുമിച്ച് തേങ്ങ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അറിയില്ല ചേട്ടനാരെയും കിട്ടുമെന്ന്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൊക്കെ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന എൻ്റെ ചായക്കപ്പിന് ഇത് ഇവിടെ ഒരു വിള്ളൽ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ല. എവിടെയോ തട്ടയും മുട്ട എന്തോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കപ്പ് അധികം ദിവസം ഉണ്ടാവില്ല. നമ്മുടെ ഒരു റിയൽ ലൈഫിൻ്റെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, ഇൻസ്റ്റാഗ്രാം ഉള്ളവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുതിട്ടാണ്. ഞങ്ങളുടെ ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ എപ്പോഴും ഇപ്പോൾ അതിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പറ്റുന്ന പോലെയൊക്കെ ലൈവായിട്ടുള്ള അപ്പം നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു റിയൽ ലൈഫ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തോളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ പിലിച്ചേച്ചി എത്തിയിട്ടുണ്ട്. ഓടിക്കാൻ പറ്റുന്നുണ്ട് സിമ്പിളായിട്ട്. ശരിക്കും തോട്ടിക്ക് ഓടിക്കേണ്ടതാണല്ലോ. ഇത് തോട്ടിക്ക് ഓടിക്കേണ്ട കാര്യമുള്ളൂടി. പിന്നെ എന്തിനാ ഇങ്ങനെ ആർഭാടം കാണിക്കണേ? അല്ല, എന്തായാലും ഈ സാധനം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഈ സാധനം ഓടിക്കുന്ന നേരം കൊണ്ട് എനിക്ക് ആ കായൊന്ന് പൊട്ടിച്ചെന്നായിരുന്നു. എനിക്ക് കറി വയ്ക്കായിരുന്നു സ്റ്റീവ് എണിക്കണൊക്കെ മുമ്പ്. ഇപ്പൊ മുറിച്ചത് ഇതുകൊണ്ട് കഴിഞ്ഞ ഇത് കിടന്ന് ആടാണ്ട് പിടിക്കോടി. ഓ, ഇതിപ്പോ പിന്നാലെ കുറെ ആൾക്കാർ വേണല്ലോ. അങ്ങനെയല്ല, ഇത് നമ്മള് മുറിക്കല്ലല്ലോ ചെയ്യണം. വിടൂ, ഇത് ഒടിച്ചിടല്ല. അതുകൊണ്ടാണ്
ആണ്. പക്ഷെ എന്നാലും ഇതിന്റെ മുകളിൽ നിന്നും കുത്താലേ? അടിന്ന് ഇങ്ങനെ കുത്താ മാത്രമൊന്നും ഇല്ല. ഇത് അമ്പഴങ്ങ എങ്ങാന്നോണം അല്ലേ? ചെറുതാകാനും പിടിക്കാനായിട്ട് കുത്ത്. അവിടെ നിക്കട്ടെ. എനിക്ക് ഇതെടുത്തിട്ടോ കായതാ. ഇതിപ്പോ ചേട്ടന്റെ പിന്നാലെ ഒരാള് നിക്കണ്ട വരുമല്ലോ. ചേട്ടാ ഇതൊക്കെ പിന്നെ ചെയ്യാ, എനിക്ക് അർജന്റ് ആയിരുന്നു. ചേട്ടൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് എനിക്ക് മതി, എനിക്ക് കറിയിക്കാനുള്ള മതി. പടല മാത്രമായിട്ട് കിട്ടോ? ഇത് നടക്കില്ല എന്നോണ് ചേട്ടാ കണ്ടിട്ട്. എനിക്ക് തോന്നണില്ല കണ്ടിട്ട്. കാരണം ഇത് അങ്ങനെ എങ്ങനെ ഇത് മൊത്തത്തില് വാഴ അങ്ങോട്ട് കുലുങ്ങും. ചേട്ടാ ഇതിനും ബെറ്റർ ലാഡർ എടുത്തിട്ട് ഒരു കത്തി എടുത്ത് ഇങ്ങനെ ഇങ്ങനെ മുറിക്കും. ഓ എന്റെ പൊന്നേ. മതി. ഇത്തിരി കൂടി വേണമായിരുന്നു. അത് കുഴപ്പമില്ല. സൈഡ് മുകളിൽ ഇങ്ങനെ ഇതുള്ളത് അല്ലേ? കുത്തിക്കാട്. അതാണ് ഞാൻ പറഞ്ഞേ. അതിന്റെ എല്ലാ ഒരു 3 കൂടി ഉണ്ട് എന്ന് കിട്ടാൻ. പറക്കി കൊണ്ടോണോ? അല്ല, നമ്മുടെ തോട്ടി കൊണ്ട് ആദ്യമായി കായ മുറിച്ചിരിക്കുകയാണ്. കുറെ പേര് നമ്മളന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് മാങ്ങ പറിക്കുന്നത്. അന്ന് നമ്മൾ തോട്ടി സെറ്റ് ചെയ്തിട്ട് അപ്പൊ കുറെ പേര് വിചാരിച്ചത് ഇത് മാങ്ങ പറിക്കാനുള്ള തോട്ടിയെന്നാ. നോ, ഇത് മാങ്ങ പറിക്കാനുള്ള തോട്ടിയേ അല്ല. ഇത് അരിവാൾ തോട്ടിയാണ്, കനം കൂടി തോട്ടിയാണ്. നമുക്ക് മരത്തിൻ്റെ കൊമ്പുകളോ അങ്ങനെ മീൻസ് അങ്ങനെ എന്തെങ്കിലും മുറിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ചക്കിടാനോ അങ്ങനെയൊക്കെ ഹാർഡായിട്ടുള്ള വർക്കുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഹെവി ഡ്യൂട്ടി സാധനം ഉണ്ടത്. പിന്നെ കുറേ പേര് ഇതിൻ്റെ ഓൺലൈൻ ലിങ്ക് ചോദിക്കുന്നുണ്ട്. ഞാൻ വീഡിയോൻ്റെ അടിയിൽ ഫോൺ നമ്പർ സെറ്റ് ചെയ്ത് അയച്ചു കൊടുക്കാറുണ്ട്. ലിങ്കൊന്നും ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് അങ്ങനെ അവരെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് അങ്ങനെ മേടിച്ചതാണ്. ഓൺലൈൻ അല്ല കേട്ടോ അത്. അങ്ങനെ കണ്ടതിൽ ഏറ്റവും വില കുറഞ്ഞ തോട്ടിയാണിത്. സാധാരണ ഓൺലൈനിൽ വീഡിയോകളിലൊക്കെ ഓരോരുത്തർ തോട്ടികൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും 3000 രൂപ 4000 രൂപയ്ക്ക് മാങ്ങ പറിക്കണ തോട്ടിയും അടയ്ക്ക പറിക്കണ തോട്ടിയും എന്നൊക്കെ പറഞ്ഞു. ഇത് മാത്രം എന്തോ കണ്ടുപ്പോൾ 1580 രൂപ കണ്ടുപ്പോൾ ചാടിപ്പോയി അങ്ങനെ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇത്ര ദിവസത്തെ യൂസേജിൽ ഓക്കെയാണ്, ഹാപ്പിയാണ്. നമ്മുടെ പുളിമരം വീണ്ടും ഇതേ മുകളിൽ കട്ട പിടിച്ചായിട്ടുണ്ട്, ഇലകൾ വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവനെയും നമ്മുടെ തോട്ടി കൊണ്ട് ഇന്ന് തട്ടാം. സംഭവം സൂപ്പറാണ്ടോ? പുളിമരം കഴിഞ്ഞു. ഇനി എൻ്റെ അപ്പുറത്ത് ഒരു മരമുണ്ട്, അതിൻ്റെ വേണ്ടി കൊമ്പ് വിടണം. സൂപ്പർ ക്ലീനായി. എങ്ങനെയുണ്ട്? അത്യാവശ്യം കൊമ്പും ചില്ലകളൊക്കെ നമുക്ക് തന്നെ വെട്ടാം. വേറെ ആളെ ആശ്രയിക്കണ്ട, മോളിൽ കയറണ്ട. ബ്രഷ് ചെയ്താ ശരിക്കും മുഖം കഴുകിയിട്ടില്ലല്ലോ. ചെല്ല് കഴുകി. അപ്പം അമ്മയുടെ ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട് ഇപ്പം നഴ്സ് വന്നേക്കായിരുന്നു. ബ്ലഡ് ചെക്ക് എല്ലാ മാസത്തിലും ചെക്കപ്പ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പം അമ്മയുടെ ബ്ലഡ് എടുത്ത് സിസ്റ്റർ പോയി. ഈ തൂക്കിയിട്ടാണ് ചെടികളൊക്കെ ഇന്നൊന്ന് റീപ്ലാന്റ് ചെയ്യണം. ഇതൊക്കെ നീണ്ട് ഈ അടിയിലേക്ക് എത്തി ഫുള്ള്, ഇത് കണ്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് വീണ്ടും നല്ല ചട്ടികളിലൊക്കെ ആക്കി നട്ട് എല്ലാം അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വളവും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോവാം. പിന്നെ എനിക്ക് കർട്ടൻ ക്രീപ്പറോ അങ്ങനെ പറഞ്ഞിട്ട് ചെടി ഉണ്ടല്ലോ വീടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ തൂക്കിയിരുന്നേ, ആ ചെടിയും കിട്ടുമെന്ന് നോക്കണം. അപ്പം അങ്ങനെ അഷ്ടമി ഗാർഡനിലൊക്കെ എത്തി വളമൊക്കെ മേടിച്ചു. ഇവിടെ മുന്നിൽ തന്നെ താമര നിൽക്കുന്നുണ്ട് കേട്ടോ. താമര തന്നെയല്ലേ? ഇതാ അമ്പലം.
ഇവിടെ കർട്ടൻ ക്രീപ്പർ കൂടി ഇല്ല, വരാറില്ല എന്നിപ്പോൾ. അങ്ങനെ ഞാൻ അഷ്ടംസരൊക്കെ പോയി വന്നപ്പോഴേക്കും നമ്മുടെ ജോമോൻ എത്തിയിട്ടുണ്ട്. ജോമോൻ പണി തുടങ്ങാനുള്ള പരിപാടിയിലാണ്. ഇവിടെ കിച്ചണിൽ ബിരിയാണി അല്ല, ചോറ്, നെയ്ച്ചോറ്. നേരത്തെ ചോറ് റെഡി എന്ന് പറഞ്ഞിട്ട് ചോറ് വെന്തില്ലായിരുന്നു, വേവ് കുറവായിരുന്നു. ആ വെന്തു, ചോറ് റെഡിയായിരുന്നു. ഞാനിപ്പോ തുറന്നു നോക്കിയപ്പോ വെന്തിട്ടില്ല. ചോറ് തകിയില്ലേ എന്നൊരു സംശയം. പിന്നെ വേണമെങ്കിൽ കുഴപ്പമില്ല, ഇത് നമുക്ക് ഇപ്പൊ എടുക്കാം. നാളെ വൈകുന്നേരത്തേക്കും കൂട്ടി വെച്ചേക്കുന്ന. ബിരിയാണിയാണോ? അല്ല, മറ്റേ ഗീ റൈസ് പോലെ ഉണ്ടാക്കണ കുക്കറില്. ഗീ റൈസ്? ഗീ റൈസ് ആണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ജീരക റൈസ്. ജീരക റൈസ് ഞാനും ജീവൻ കഴിക്കാൻ വരും. അല്ല സ്റ്റീവൻ? വേണ്ട. എന്തെങ്ങനെ നിക്കണേ? എപ്പ തീരുവന്റെ പണി? ഇവിടെ നമ്മുടെ ഇത് പൊളിച്ചിട്ടുണ്ടായിരുന്ന കുറേ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അതൊക്കെ ഒരു ചേച്ചി വന്ന് എടുത്തിട്ട് പോകണം. എന്തെങ്കിലും നിൽക്കണേ, ഭക്ഷണം കഴിക്കണ്ടേ? ആ ഷീറ്റൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ. ആ കിടക്കുന്നതൊക്കെ മുകളിലുണ്ടായിരുന്നത് പോട്ടെ. അപ്പോൾ അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ KSEB വന്ന് നമ്മുടെ കണക്ഷൻ തന്നു പോയിട്ടുണ്ട്. നമ്മുടെ പോസ്റ്റ്മേന്ന് ഇതേ അവിടെ നിന്ന് വയറ് വലിച്ച് അതിക്കൂടെ വന്ന് നമ്മുടെ കണക്ഷൻ അങ്ങനെ നമ്മുടെ മീറ്ററിലേക്ക് വന്നിരിക്കുന്നു. ഫുൾ 0 0 0 0 0 0 0 ഒക്കെ 0, എല്ലാം 0. ആഹാ, 0 0 എല്ലാം 0. അപ്പം അങ്ങനെ നമുക്ക് പുതിയ കണക്ഷൻ കിട്ടിയിരിക്കുന്നു. 3 ദിവസം കേട്ടോ. 3 ദിവസം കൊണ്ട് അപ്ലൈ ചെയ്തു, ചെക്ക് ചെയ്തു, പോസ്റ്റ് ഇട്ടു, കണക്ഷൻ തന്നു. അടിപൊളി. ജോമോനിവിടെ നമ്മുടെ ചെടികളെ മുകളിലേക്ക് പടർത്താനുള്ള സ്റ്റാൻഡിൻ്റെ നിർമ്മാണത്തിലാണ്. മുകളിലൊരു കുട പോലെ ഒരു റൗണ്ട്. ഇത് നമ്മുടെ മറ്റേ ഗാർലിക് വൈനിയും മറ്റുള്ള പടർത്താൻ പറ്റുന്ന സാധനങ്ങളൊക്കെ പടർത്താനുള്ള സ്റ്റാൻഡ്. എന്തൊക്കെയോ അവന് ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞ പോലെ വരുമോയെന്ന് വെച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതേ ഭക്ഷണം കഴിച്ച് വേഗം ഉറങ്ങാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ നാളെ രാവിലെ 6:30-ക്കാണ് ഞങ്ങളുടെ പള്ളിയിൽ കുർബാന. അപ്പോൾ നേരത്തെ ഉറങ്ങിയില്ലെങ്കിൽ നേരത്തെ എനിക്കിലുണ്ടാവില്ല. അപ്പോൾ രാവിലെ തന്നെ പോകണം. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. ബൈ ബൈ.